ഹേ ഗായ്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട സെയിം ഡ്രസ്സിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത്. യെസ്, ആൻഡ് ഇന്ന് ഞാൻ ആ ദിവസം തന്നെയാണ് ആ വീഡിയോ എടുത്ത് കഴിഞ്ഞാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുട്ടി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു. ആള് ഡൗട്ട് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ആ കൊച്ചിന് മാത്രമുള്ള ഡൗട്ട് ആയിരിക്കില്ല, കുറേ പേർക്ക് കാണും. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. മേ ബി ആ കുട്ടിക്ക് അത് ക്ലിയർ ആവുകയും ചെയ്യുമല്ലോ. ഞാൻ ഓർക്കുന്നില്ല ആ കൊച്ചിന് മെസ്സേജ് തിരിച്ചയച്ചാണ്. ആ കൊച്ചിൻ്റെ കൺസെൻറ്റോട് കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ആൾ പേഴ്സണലി എനിക്ക് അയച്ച മെസ്സേജാണ്. അപ്പോൾ അത് നമുക്ക് ഈസിലി എടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. കൺസെൻറ്റ് ചോദിച്ച് ഓക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓഫ് കോഴ്സ് വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ആ കൊച്ചയച്ച മെസ്സേജ് വായിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ, എങ്കിലും ഞാൻ വായിക്കാം. എൻ്റെ ഫ്രണ്ടിന് ഈ കോഴ്സ് ചൂസ് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. ബട്ട് അവളുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ബിക്കോസ് അവളുടെ ഒരു കസിൻ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ആ ചേച്ചി പറയുന്നത് നീ വേറെ വലിയ കോഴ്സ് ചെയ്യുക, എന്നിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനാണ് വാ. ഇവിടുത്തെ നഴ്സിംഗ് നാട്ടിലെ നഴ്സിംഗ് പോലെയല്ല. ഇവിടുത്തെ ആൾക്കാരെ എടുത്തു പൊക്കുക, അവരുടെ വേസ്റ്റ് ഒക്കെ കോരുക, ഇതൊക്കെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ. ഇതിൻ്റെയൊക്കെ ഒരു റിയാലിറ്റി എന്താണ്, ശരിക്കും അവിടുത്തെ നഴ്സിങ്ങിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക എന്ന് ചോദിച്ചിട്ട് ഞാനിത് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പലപ്പോഴും പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയാണ്. മേ ബി എല്ലാവരും വീഡിയോ കാണുന്നുണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തുടരെ വീഡിയോ ഇടുക എന്നുള്ളൊരു കാര്യം മാത്രം. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു റിപ്ലൈ നോക്കിയാലോ. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്. ആൾക്കാരുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിലും. അപ്പോൾ ഇതിൽ ചേച്ചി പറയുന്ന ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. നീ എന്താ പറയുക, ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വാ, വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വാ. ഓക്കെ, ആ ചേച്ചി മാസ്റ്റേഴ്സ് ചെയ്യുന്നത് കൊണ്ട് ആ ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് മേ ബി ആ ചേച്ചി പറയുന്നതായിരിക്കും, നല്ലൊരു കാര്യം ആയതുകൊണ്ട് ചേച്ചി പറയുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യത്തിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. ഇവിടുത്തെ നഴ്സിംഗ് നാട്ടിലെ നഴ്സിംഗ് പോലെ അല്ല. ഇവിടുത്തെ ആൾക്കാരെടുത്ത് പൊക്ക്, അവരുടെ വേസ്റ്റൊക്കെ കോരുക, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. എനിക്ക് അറിയില്ല ഈ ചേച്ചി നഴ്സിംഗ് പഠിച്ചിട്ടാണോ ഈ പറയുന്നത് എന്നുള്ളൊരു കേസ്. അത് ഏത് ചേച്ചിയാണെന്നുണ്ടെങ്കിലും നാട്ടിൽ കുറേ ചേച്ചിമാരുണ്ട് ഇങ്ങനെ. വേറെ റൂമറുണ്ട്, അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ നാട്ടിലെ നേഴ്സിംഗ് എന്താണ് നേഴ്സിംഗ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? നേഴ്സിങ്ങിൻ്റെ ഒരു തീം അല്ലെങ്കിൽ ഒരു എന്തുകൊണ്ടാണ് നേഴ്സിംഗ് എന്ന് ആർക്കെങ്കിലും അറിയോ? എന്താണ് നേഴ്സിങ്ങിൻ്റെ ബാക്കിലെന്ന് ആർക്കെങ്കിലും അറിയോ? ഈ നേഴ്സാവാൻ വരുന്നവർക്കൊക്കെ നേഴ്സ് എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ മെയിൻ ഒരു ലക്ഷ്യം എന്താണ്? ലൈക്ക് ഇപ്പോൾ ഒരു നമ്മൾ പറയില്ലേ, ദൈവം കൈവിട്ട പേഷ്യൻറ്റിനെ രക്ഷിക്കുന്ന ഒരാളാണ് ഡോക്ടർ എന്നുള്ള രീതിയിൽ സംസാരിക്കും. ദൈവത്തിന് മുകളിലാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെ ദൈവവിശ്വാസിയോ കാര്യങ്ങളൊന്നും അല്ല, ഭയങ്കര റിലീജിയസ് അല്ല. എന്നാലും ഞാൻ പറയുവാണ്, അതുപോലെ ഒരാളാണ് നേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി. നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ട്? ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആരും ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മളൊന്ന് പോയി ചിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ. എനിക്കിപ്പോൾ പറയുമ്പോൾ കണ്ണിൽ എനിക്ക് വെള്ളം വരും. കാരണം ഞാനതിവിടെ ഡെയിലി കാണുന്ന, എനിക്കിവിടെ ഞാൻ ഓരോ അപ്പാപ്പന്മാരെ ആണെങ്കിലും അമ്മമ്മമാരാണെങ്കിലും കാണുമ്പോൾ എൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. അത് അവരെപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കേസാണ്. നീ എപ്പോഴും ചിരിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വിഷമം ഇല്ലെന്നല്ല, എനിക്ക് ആരോടും ദേഷ്യം ഇല്ലാത്ത ഒരാളെന്നല്ല, അങ്ങനെയല്ല എൻ്റെ അർത്ഥം. കാരണം നമുക്ക് മറ്റൊരാൾക്ക് ആരും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർക്ക് ആരും ഇല്ല, നമ്മൾ മറ്റൊരാൾക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ? അതുപോലെ തന്നെയാണ് നഴ്സിംഗ് എന്ന് പറയുമ്പോഴും. നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യാണ്, അവരുടെ നീഡ്സ് മനസ്സിലാക്കി നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുക്കുകയാണ് നഴ്സിംഗിൽ. ഓക്കെ, അതിപ്പോൾ ഒരു കുഞ്ഞുവാവ ജനിച്ചു. ഞാൻ ചോദിക്കട്ടെ, നീ പ്രായം ആൾക്കാരെ എടുക്കുന്നു പൊക്കുന്നു, അവരുടെ വേസ്റ്റ് കോരുന്നു എന്ന് പറയുന്നു. ഒരു കുഞ്ഞുവാവ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ വേസ്റ്റ് എടുക്കുന്നതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ വേസ്റ്റ് എടുക്കുന്നതോ, കൊച്ചി യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ആ കൊച്ചിനൊന്ന് എടുത്തു പൊക്കുന്നതോ തെറ്റല്ല. അതാർക്കും തെറ്റല്ല. എന്തുകൊണ്ടാണ് അതൊരു ഓൾഡ് പീപ്പിൾസിൻ്റെ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് തെറ്റായിട്ട് മാറുന്നതോ, അല്ലെങ്കിൽ ഒരു കൊള്ളില്ലാത്ത ഒരു പ്രൊഫഷനായിട്ട് മാറുന്നതോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പോഴും മനസ്സിലാവുന്നില്ല. നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെ പൊട്ട ചിന്താഗതിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു പുച്ഛം തോന്നുവാണ് എനിക്ക്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ പേരൻസ് ഈ പറയുന്ന മേ ബി പറയുന്ന ചേച്ചിയുടെ പേരൻസ് പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, ചേച്ചി ഇപ്പോൾ ജർമ്മനിയിലാണ്, ഓഫ്കോഴ്സ് ചേച്ചിയുടെ പേരൻസ് പ്രായമായി കഴിയുമ്പോഴത്തേക്കും നാട്ടിലായിരിക്കും. അപ്പോൾ വേറെ ആരും നോക്കാം, അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കില്ലേ?
അവർ ചെയ്യുന്ന അതേ ഡ്യൂട്ടി അല്ലേ ഈ നേഴ്സുമാർ ചെയ്യുന്നത്. എന്താണ് വ്യത്യാസം വരുന്നത്? ഒരു വ്യത്യാസം വരുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ നീഡ്സിനനുസരിച്ചിട്ട് അവരവർക്ക് ചേഞ്ചസ് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് ആൾക്കാർ മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പം നേഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും സെയിം കാര്യം തന്നെയാണ്. നമ്മൾ പഠിക്കുന്നതും സെയിം കാര്യമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ചെയ്യുന്നതും സെയിം കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസിലാണ് വരുന്നത് ഡ്യൂട്ടീസ് വരുന്നത്. അപ്പോൾ കുറേ അധികം എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഇൻഫ്യൂഷൻ കൊടുക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബ്ലഡ് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് നാട്ടിൽ കുറച്ചുകൂടെ വരുന്നത്. ഇവിടെ ഹോസ്പിറ്റൽ ഡ്യൂട്ടീസ് ചെയ്യുന്ന നഴ്സുമാർ കുറവാണ്. കുറച്ചുകൂടി ഫ്ലീഗെ ഹൈംസ് ആണ് ഇവിടെ കൂടുതലും. അതുപോലെ അവിടെയാണ് ഡ്യൂട്ടീസ് കൂടുതലും ചെയ്യുന്നത് നഴ്സുമാർ. അതുകൊണ്ടാണ് ഈ തെറ്റായ ചിന്താഗതി നിങ്ങളിലേക്ക് വരുന്നത്. എന്നും പറഞ്ഞ് നമ്മൾ അവിടെ ഈ പറയുന്ന പേഷ്യൻസിൻ്റെ ഇത് കോരുന്നതും അത് കോരുന്നതും മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ ഞാൻ പറയാം, ഞാനിപ്പോൾ ഒരു നേഴ്സായി എന്നിരിക്കട്ടെ, ഞാനൊരു നേഴ്സായി, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്. അവിടെ ഞാൻ ഒരു നേഴ്സ് ഉണ്ടാവും, അതുപോലെ 3-4 നേഴ്സേ കാണുള്ളൂ. ബാക്കിയെല്ലാം അവിടെ ഹെൽപ്പേഴ്സാണ്. നേഴ്സുമാരല്ല അവിടെ ബാക്കിയുള്ളത്, കംപ്ലീറ്റ് ഹെൽപ്പേഴ്സാണ്. ഈ ഹെൽപ്പേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് എന്ത്? ഈ വാഷ് ചെയ്യുക, അവരെടുത്ത് പൊക്കുക, അവരെടുത്ത് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് മെയിൻ ഡ്യൂട്ടി ആയിട്ട് വരുന്നത് കേട്ടോ. ഈ നേഴ്സായിട്ടുള്ള എൻ്റെ ഡ്യൂട്ടി എന്താണ്? ഡോക്യുമെൻറ്റേഷനിൽ ശ്രദ്ധിക്കുക, അതുപോലെ അവരുടെ ഫ്ലീഗെ പ്ലാനിങ് അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ, അതുപോലെ അവർക്ക് എന്തെങ്കിലും മുറിവുണ്ടോ അല്ലെങ്കിൽ മുറിവുണ്ടോ, എന്തെങ്കിലും മരുന്നുകളുടെ കേസസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും അവർക്ക് മെഡിസിൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഞാനായിരിക്കും ശ്രദ്ധിക്കുക. ഇതൊന്നും മറ്റ് എന്താ ഹെൽപ്പേഴ്സിന് ഇതിൻ്റെ അതൊന്നും അലൗ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, അതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റില്ല. അതൊക്കെ ഞാനാണ് നോക്കുന്നത്. ആൻഡ് ഇൻ കേസ് ഒരു ദിവസം ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുമ്പോൾ ഞാൻ ചുമ്മാ ഓഫീസിൽ പോയിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുക മാത്രം ആയിരിക്കില്ല കേട്ടോ വരുന്നത്. ഞാൻ രാവിലെ പോകുന്നു, നമുക്കൊരു സ്റ്റേഷൻ തന്നിട്ടുണ്ടാവും, സ്റ്റേഷനിൽ പോകുന്നു. എനിക്കിപ്പോൾ 13 പീപ്പിളുണ്ട് എനിക്ക് നോക്കാനായിട്ട്. 13 പീപ്പിളിൽ ഞാനും ഒരു ഹെൽപ്പറുമാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞങ്ങൾ ആ പേഷ്യൻസിനെ ഡിവൈഡ് ചെയ്യും. അതിൽ ചിലപ്പോൾ ഒരു 5 പേരെ ഞാൻ നോക്കും, ബാക്കിയുള്ളവരെ ആയിരിക്കും മറ്റേ ഹെൽപ്പർ നോക്കുന്നത്. അതിലിപ്പോൾ 5 പേരെ കുളിപ്പിക്കാനുണ്ടെങ്കിൽ ഞാൻ കുളിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. അങ്ങനെ നമ്മൾ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യും. ബാക്കി അത് കഴിഞ്ഞ് രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളിലേക്കും ഇരിക്കും. അവരായിരിക്കും പിന്നെ ശുശ്രൂഷിക്കുന്നതും കാര്യങ്ങളും. നമുക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് ചെയ്യാനുള്ളതാണ്. ആൻഡ് ഒരാളെ എടുത്ത് പൊക്കുന്നതായിക്കോട്ടെ, അവരുടെ വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇതൊന്നും ബാഡ് തിങ് അല്ല. ഇത് നമ്മൾ ഭാവിയിൽ നമ്മൾ അനുഭവിക്കും. ഇപ്പം ഞാൻ പ്രായമാകുമ്പോഴത്തേക്കും എന്നെ ഒരാൾ നോക്കാനില്ലെങ്കിൽ അതൊരു അവസ്ഥയല്ലേ. അപ്പം നമ്മളെ നോക്കാനുള്ള ഒരാളോടെയാണ് നേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ ശരിക്കും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാണ് വേണ്ടത്. ആരെങ്കിലും ഇപ്പോൾ സ്വന്തം മക്കളുടെ പോലും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാൻ ഇതുള്ള ഇഷ്യൂസ് ഉള്ള പേരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പിള്ളേരെ കൊല്ലുന്ന ആൾക്കാരുണ്ട്, വെറുതെ വലിച്ചെറിയുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനാണ് ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുന്നത്. ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള പ്ലസ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു നേഴ്സാണ് എന്ന് പറയുന്നത് നമ്മളങ്ങനെ തരം താഴ്ന്നില്ല. ഇപ്പോൾ ഇക്കാലത്ത് നേഴ്സുമാർക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം കല്യാണമൊക്കെ ആലോചിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു നേഴ്സാണെങ്കിൽ ഓഫ് കോഴ്സ് നാട്ടിൽ നിന്ന് വെളിയിലേക്ക് പോയി പഠിക്കുക, അല്ല വെളിയിലേക്ക് പോകാം, ജോലി എടുക്കാം, നല്ല ശമ്പളം കിട്ടും, അങ്ങനെയുള്ളത് നോക്കുന്ന കുറേ പേരുണ്ടല്ലോ. നേഴ്സുമാർക്ക് നല്ല വാല്യൂ ഉണ്ട്. നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ് ഒരു നേഴ്സിൻ്റെ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുമ്പോൾ സിമ്പിളല്ല. എല്ലാ അവധി ദിവസങ്ങളിലും ചിലപ്പോൾ പണിയെടുക്കേണ്ട ആൾക്കാരാണ് നേഴ്സുമാരെന്ന് പറയുന്നത്. അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോൾ ഈ ചേച്ചി പറയുന്ന പോലെ ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടി. നാട്ടിലും ഇതൊക്കെ തന്നെ ചെയ്യേണ്ടവരും നമ്മൾ. ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ ഫാദർ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാദർ വാർച്ചി ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു സംതിങ് ഒരു ഇതിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പറയാൻ ഞാൻ ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എനിക്കറിയില്ല വാർച്ചി കൊണ്ട് എത്ര ഓക്കെ ആണെന്നുള്ളത്. അപ്പം മറ്റൊക്കെ ഓക്കെ ഇല്ലാതെ എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് 1 പോകണം 2 പോകണം. അപ്പം നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിൽ കഴിഞ്ഞിട്ടോ കിടന്നു കഴിയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ്
നമുക്ക് വെറുതെ അങ്ങ് എണീറ്റ് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ നഴ്സുമാരാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിംഗ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹിൽസ്മിറ്റിലും കാര്യങ്ങളും നമുക്ക് കൊണ്ടുതരുന്നത് നഴ്സുമാരായിരിക്കും. ചിലപ്പോൾ അത് കളയുന്നത് അവരായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും നമുക്ക് ബൈസ്റ്റാൻഡേഴ്സ് എപ്പോഴും ഉണ്ടാവും. അവരായിരിക്കും കുറച്ചുകൂടെ നമ്മളെ നോക്കുന്നത്. ആ ഒരു സിസ്റ്റം ഇവിടെ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ കണ്ടുവരാറില്ല. ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഇപ്പം നാട്ടിലാണെങ്കിലും സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ ഒരാൾ ഫുള്ളി ഇതായിട്ട് കിടക്കുകയാണ്, ആളിങ്ങനെ ലൈക്ക് വയറ്റിൽ നിന്ന് ഒഴിച്ചിലാണെന്നുള്ള സിറ്റുവേഷൻ വയ്ക്കാൻ ഒരു നേഴ്സായിക്കോട്ടെ, ഒരു സാധാ മനുഷ്യനായിക്കോട്ടെ, ഒരു മനുഷ്യന്മാർ ചെയ്തു കൊടുക്കുന്ന കാര്യമല്ലേ ഇത്. ഒരാൾക്ക് വയ്യ, ആള് വയറ്റിൽ നിന്ന് വയറ്റിൽ ഒഴിച്ചിലായിട്ട് ആൾ കിടക്കുകയാണ്, കംപ്ലീറ്റ് കിടക്കുന്നിടത്ത് കംപ്ലീറ്റ് ഇതാന്ന് വെക്കുക. ഇതൊരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് നഴ്സുമാർ ചെയ്തു കൊടുക്കുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് ഏത് മനുഷ്യനും ചെയ്യും. നോക്കി നിൽക്കില്ല, അയ്യേ ചെയ്യൂ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ആരും നോക്കി നിൽക്കില്ല. ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല, എനിക്കതിനൊരു അറപ്പും ഇല്ല. കാരണം ഒരിക്കൽ നമ്മളും ഇങ്ങനെ ആവുന്ന ആൾക്കാരാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഈ ഒരു സർക്കിളിൽ കിടന്ന് ചുറ്റുമാണ്. ഞാനൊക്കെ ഈ സർക്കിളിൻ്റെ ഇവിടെ എത്തി, ഏത് നേരമാണോ ഇങ്ങോട്ട് എത്താൻ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ എത്താം. എൻ്റെ കാലൊന്നും ഒടിഞ്ഞ് ഇവിടെ ഞാൻ കിടന്നാൽ മതി, എനിക്ക് സഹായം വേണം. ഇപ്പം ഈ പറയുന്ന ചേച്ചിയുടെ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോയാൽ നഴ്സുമാരോ അല്ലെങ്കിൽ നോക്കാനുള്ള ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാൻ. വർക്കിൻ്റെ കേസ് എല്ലായിടത്തും നഴ്സുമാരുടെ വർക്ക് ഒരുപോലെ തന്നെയാണ്. ആൻഡ് നമ്മൾ പോകുന്ന കൺട്രീസും അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഡിഫറൻസ് വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പം നമുക്ക് നഴ്സുമാർക്ക് ബ്ലഡ് എടുക്കാനൊന്നും അങ്ങനെ അലൗഡ് അല്ല. ഞങ്ങൾ പഠിപ്പിക്കും എന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒത്തിരി അലൗഡ് അല്ല. പണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ അല്ല. ആൻഡ് അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സെക്ഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനുള്ളൂ. നമ്മുടെ നാട്ടിൽ ഐ തിങ്ക് അത് അലൗഡ് ആണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് വാപ്ചിയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ബ്ലഡ് എടുക്കുന്നതും അങ്ങനെയുള്ളതെല്ലാം. അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ഡിഫറൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ നാട്ടിലെ നഴ്സുമാരും കെയറും കാര്യങ്ങളൊക്കെ നഴ്സുമാരും നാട്ടിൽ പഠിക്കുന്നത് തന്നെയാണ്. പക്ഷേ അവർക്ക് ചെയ്യാൻ അത്ര ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ജോബിന് അതിൻ്റേതായിട്ടുള്ള പ്ലസ് സൈഡ്സ് ഉണ്ട്, നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ മാസ്റ്റേഴ്സ് എടുത്തിട്ട് ജോലി കിട്ടാത്ത എത്ര പേരുണ്ട്. മാസ്റ്റേഴ്സ് എടുക്കുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് ഞാൻ ഒരു സൈഡിൽ പറയില്ല. ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ആണ് അത്. അതെല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. നഴ്സിംഗ് എന്ന് പറയുന്നത് എല്ലാ സെക്ടറിലും ഒരുപോലെ തന്നെയാണ്. ഒരു ഡോക്ടർ എല്ലാ സെക്ടറിലും ഒരുപോലെ അല്ലേ. പക്ഷെ നമ്മുടെ നാട്ടിലെ ഡോക്ടർ പോലെ അല്ല ഇവിടുത്തെ ഡോക്ടർ. വ്യത്യാസങ്ങളുണ്ട്. ഇവർ സംസാരിക്കുന്നതിന് വ്യത്യാസമുണ്ട്, ഇവർ നമുക്ക് പറഞ്ഞു തരുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. കംപ്ലീറ്റ്ലി കുറച്ച് ചേഞ്ചസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരെ ഇഷ്ടപ്പെട്ടേക്കുന്നത് ഇവിടുത്തെ ഡോക്ടർക്കാരും. കാരണം നാട്ടിൽ കുറച്ചുകൂടെ നമുക്കെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി തരുന്ന ഡോക്ടർമാർ. ഇവിടെ ഇപ്പോൾ ഒരു ക്രാങ്ക് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റിയ ജലദോഷം, ക്രാങ്ക്, ഇന്ന് മുതൽ ഇന്ന് വരെ ക്രാങ്ക്, വേറെ ഒന്നും ചോദിക്കത്തില്ല. എനിക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടാവും. എനിക്കിവിടെ കരകരപ്പുണ്ടെന്നും എനിക്കിവിടെ വയ്യെന്നും ഒക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടാവും. ഇതൊന്നും അവർ കേൾക്കില്ല. ചിലരുണ്ടാവും കേട്ടോ. ഞാൻ പൊതുവേ പറഞ്ഞു, ഞാൻ കണ്ടിരിക്കുന്ന ഡോക്ടർമാർ അപ്പടി ഇവിടെ ഇങ്ങനെയാണ്. അപ്പം ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് കെയറിൽ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അതല്ലാണ്ട് പഠിക്കുന്നതും വർക്ക് ചെയ്യുന്നതും ഇതെല്ലാം ഒരുപോലെ. ഞാനിപ്പോൾ ഇവിടെ പഠിച്ചതിന് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിലെ രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഒത്തിരി ആൾക്കാരെ എടുത്ത് പൊക്കേണ്ട വരില്ല, അവരുടെ വേസ്റ്റ് പോരേണ്ട വരില്ല, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ട വരില്ല. അത് മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്ത് പൊക്കേണ്ട വരും, വേസ്റ്റ് പോരേണ്ട വരും. ഇപ്പം ഓരോ സ്ഥലങ്ങളനുസരിച്ച് ഡിഫറൻസ് വരും. അത് മോശമായിട്ടുള്ള കാര്യമല്ല, അത് ഇതിൻ്റെ അകത്തുള്ളതാണ്. നമ്മൾ പഠിക്കുന്ന കാര്യം അതാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതികൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഓരോ ഡ്യൂട്ടീസിനും അതിൻ്റേതായിട്ടുള്ള പ്ലസ് സൈഡ്സ് ഉണ്ട്, നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. അതിന് അതിൻ്റെ രീതിയിൽ കാണാൻ നോക്കുക. ഒരു ഡ്യൂട്ടിയും കുറവുള്ള ഡ്യൂട്ടി അല്ല. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.